السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയരെ, പ്രൗഢഗംഭീരമായ ഈ സുദിനത്തിൽ ഞാൻ നിങ്ങളോട് കുറച്ചു കാര്യം പറയാനാണ് വന്നത്. യുദ്ധം മനുഷ്യരാശിയെ വിയർപ്പിക്കാനും വിറപ്പിക്കാനും തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ലോകത്ത് മുഴുവൻ ആശങ്കയിലായെത്തുന്ന മാരക വിപത്താണ് യുദ്ധം. ഈ സമയത്തും ഫലസ്തീനിലും യുക്രൈനിലുമെല്ലാം യുദ്ധഗേദികളാൽ ജനകോടികൾ പൊറുതിമുട്ടുകയാണ്. എത്ര ദശാനന്ദങ്ങൾ പിന്നിട്ടാലും ഏറെ നടുക്കത്തോട് ഓർമ്മകളിൽ ഇരുമ്പിയെത്തുന്ന വേരുകളാണ് ഹിരോഷിമയും നാഗസാക്കിയും. 1,00,000-ഓളം ആളുകൾ തത്സമയം നിഷ്കാസനം ചെയ്യപ്പെടുകയും 1.5 ലക്ഷത്തിൽ പരം പേർ റേഡിയേഷന്റെ പ്രത്യാഘാതം മൂലം ഇഞ്ചിഞ്ചായി മൃതിയടങ്ങുകയും ചെയ്ത ഹിരോഷിമ ബോംബിംഗ് എന്തു സമാധാനമാണ് സമ്മാനിച്ചത്. 4,630 കിലോ ഭാരവും 3.5 മീറ്റർ നീളവും വരുന്ന ഫാറ്റ്മാൻ അങ്ങ് നാഗസാക്കിയിൽ പതിച്ചപ്പോൾ 3 ലക്ഷത്തോളം മനുഷ്യന്റെ ജീവന്റെ തുടിപ്പുകളാണ് നിലച്ചത്. മാത്രമല്ല അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറ പോലും അനുഭവിക്കുകയാണ്. 37 മില്യൺ മനുഷ്യർ മരിച്ചു വീണ ഒന്നാം ലോക മഹായുദ്ധവും 72 ലക്ഷം പേരുടെ ദിനം ചിന്തിയ രണ്ടാം ലോക മഹായുദ്ധവും സമാധാനത്തിൻ്റെത് വെള്ളരിപ്രാവിനെയാണ് പറത്തിയത്. യുദ്ധം സമാധാനമുണ്ടാക്കുകയല്ല, മറിച്ച് മാനവകുലത്തിൻ്റെയും പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥക്കും സ്വസ്ഥതക്കും ഭംഗം വരുത്തുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ അധികാര നേതാവിത്വം അരക്കി തുറപ്പിക്കുവാനും പൗരന്മാരെ ചൊൽപടിക്ക് നിർത്തുവാനും സാമ്രാജ്യത്വം യുദ്ധത്തെ ഉപയോഗപ്പെടുത്തുന്ന മലീമസമമായ കാഴ്ചയാണ് നാം കാണുന്നത്. അതിലുപരി വൻതോതിലുള്ള ആയുധ വിപണത്തിലൂടെ തങ്ങളുടെ സാമ്പത്തിക നേട്ടമാണ് പല ഭരണകൂടങ്ങളിലും ലക്ഷ്യമാക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള യുദ്ധക്കൊതിയന്മാരാണ് മിക്ക സംഘർഷങ്ങളുടെ പിന്നിലെ ദുഷ്ടലാക്കുകാർ. ദേശീയതയുടെയും രാജ്യസംരക്ഷയുടെയും പേരിൽ മറ്റു രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ സാമ്രാജ്യത്വം ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ്. പശ്മേശയുടെയും ഇറാനിന്റെയും നീലാകാശത്തുരുണ്ടുകൂടുന്ന പൊതുയുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ശ്രദ്ധിക്കുന്ന അലോസരം ചെറുതല്ല. യുദ്ധം വരുത്തിവെക്കുന്നത് നഷ്ടങ്ങളുടെ കൂസാരങ്ങളാണ്. പാവപ്പെട്ട ഗസയുടെ തെരുവിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിക്കുമ്പോൾ എത്ര പിഞ്ചോമനകളാണ് ഓരോ നിമിഷവും വെടിയുണ്ടകൾക്ക് ഇരയാകുന്നത്. മൃതിയടങ്ങുന്നവരുടെ അക്കക്കണക്കുകൾക്കപ്പുറം അഗവധി ഛേദം സംഭവിച്ച ആയിരങ്ങളുടെ ആർപ്പനാദങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നിലം പരിശായ ഭവനങ്ങളിൽ നിന്നും പ്രാണരക്ഷാത്വം അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി നരകതുല്യമായ ജീവിതം നയിക്കുന്നവർ, അന്നവും അറിവും മുറിവിലുള്ള മരുന്ന് നിഷേധിക്കപ്പെട്ട് തെരുവിൽ അലയുന്ന ബാല്യ കൗമാരങ്ങൾ, യുദ്ധങ്ങൾ ബാക്കിവെക്കുന്ന നഷ്ടങ്ങളുടെ കണക്കിൽ മുഖ്യമാണ് ഭക്ഷ്യക്ഷാമം. ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ മുമ്പ് ആഗോളതലത്തിലെ കൊടുംപട്ടിണിയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ 135 മില്യൺ ആളുകളാണെങ്കിലെങ്കിൽ ഇന്ന് അത് 276 ഉയർന്നിട്ടുണ്ട്. യുദ്ധകൊതിയന്മാരായ രാഷ്ട്രീയ നേതാക്കളോടും രാജ്യങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. യുദ്ധം മത്സരത്തിന്റെയും പരസ്പര ശത്രുതയുടെയും കശാപ്പിന്റെയും അവസ്ഥയാണ്. അതിന് സാഹോദര്യത്തിന്റെ ആശയവുമായി ബന്ധപ്പെടുത്തുക എന്നത് അസാധ്യമാണ്. മനുഷ്യ മനസ്സുകളിൽ പരിവർത്തന ഗീതം മുഴക്കേണ്ടത് യുദ്ധത്തിലൂടെയല്ല, സാമൂഹ്യ തിന്മകളുടെയും വിഭാടനത്തിനും സംഘർഷമല്ല പരിഹാരം. നമ്മുടെ പ്രിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും രാഷ്ട്രപിതാവ് ഗാന്ധിജിയും നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങുമെല്ലാം രക്തരോഹിത വിപ്ലവത്തിന്റെ മികച്ച മാതൃകകളാണ് ലോകത്തിന് പകർന്നത്. അതിലുപരി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദ ഫിൽ അർളി വകഅന്നമാ ഖതലൻ നാസ് ജമീഅ വൻ അഹ്യാഅ ഫകഅന്നമാ അഹ്യൻ നാസ് ജമീഅ. എത്ര മഹത്തരമാണ് വിശുദ്ധ ഖുർആനിന്റെ ബോധനം. യുദ്ധരഹിതവും സമാധാനപൂർണവുമായ നല്ല നാളുകൾ സാർത്ഥകമാക്കാൻ നമുക്ക് ഏവർക്കും സ്വപ്നങ്ങൾ നെയ്യാം, പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി വേദിയിൽ കോഡ് ലെറ്റർ ജി ഓൺ ദി സ്റ്റേജ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനം നിറഞ്ഞ എൻ്റെ ഉസ്താദ് അവറുകളെ, അധ്യക്ഷൻ അവറുകളെ, എൻ്റെ ഉപ്പമാരെ, ഉമ്മമാരെ, എൻ്റെ കൂടെ പഠിക്കുന്ന താലിം സുഹൃത്തുക്കളെ,
മഹാനായ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാട്ടുകളും പ്രസംഗങ്ങളും അങ്ങനെ മറ്റു എല്ലാ പരിപാടികളും അവതരിപ്പിക്കുന്ന ഈ മഹത്തായ വേദിയിൽ അവിടുത്തെ ജന്മദിനത്തെ കുറിച്ച് 2 വാക്ക് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയത്. നിങ്ങൾ ദയവായി എൻ്റെ ഈ പ്രസംഗം മടുപ്പില്ലാതെ കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകമാകാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. കണ്ണും കാതും കോർപ്പിച്ചു വെച്ച ആർക്കും കേൾക്കാനും കാണാനും കഴിയുന്നതാണ് ആ ആഘോഷത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. മണ്ണും വിണ്ണും തരണങ്ങളും കൊണ്ടലങ്കൃതമാണ്. ഗഗനനിലമയിൽ നക്ഷത്രങ്ങൾ വർണ്ണമായി പൊഴിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്താണ് അതിന് കാരണം? മറ്റൊന്നുമല്ല, ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് കാരണമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ ആഹ്ലാദം തന്നെ. ആ ഭൂമിനിയോട് അല്പമെങ്കിലും സ്നേഹമുള്ളവർ റബീഉൽ അവ്വൽ മാസത്തെയോ മറ്റെല്ലാ മാസത്തിലെയോ ആ ഹബീബിന്റെ ഹദീസുകളും ബൈത്തുകളും പാട്ടുകളും ഒക്കെ പാടി ഇരിക്കും. നമ്മളും ഹബീബിനോട് സ്നേഹമുള്ളവരാകണം. ആ ഹബീബ് നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു, ആ ഹബീബ് സ്നേഹിച്ചത്രക്കും നമുക്ക് തിരിച്ചു സ്നേഹിക്കാൻ ആവില്ല എന്ന് നമുക്കറിയാം. എന്നെങ്കിലും ആ ഹബീബിനെ നേരിൽ ഒന്ന് കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യമേകട്ടെ. ആമീൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നത്. അതാ മക്ക എന്ന മണ്ണിൽ തന്നെ ആയിരുന്നു അവിടുത്തെ ജനനം. കലുഷിതമായിരുന്ന അക്കാലം മനുഷ്യർ ജീവിത ലക്ഷ്യം മറന്നു ജീവിച്ചു. അവരെ ജീവിതത്തിന്റെ അർത്ഥം പഠിപ്പിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. മക്ക എന്ന മണ്ണിൽ ധാരാളം ജാഹിലീങ്ങളായിരുന്നു. അവിടെ സത്യം എന്താണെന്ന് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മക്കത്തുള്ളവർ ധാരാളം ഹറാമുകളും മറ്റുള്ളവരും ചെയ്ത് നബി തങ്ങളുടെ മുമ്പേ ഒക്കെ ചെയ്തിരുന്നു. അപ്പോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെല്ലാം നേരായ പാതയിലേക്ക് ക്ഷണിച്ചു. ഏത് നേതാവിനെ, ഈ കാലത്തുള്ള ഏത് നേതാവിനാണ് കഴിയുന്നത്? ഒരു നേതാവിനെ ഈ നാടുള്ള എല്ലാ ജനങ്ങളെയോ ഒരു മുസ്ലിമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? പക്ഷേ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് കണ്ടില്ലേ? മക്കത്തെ മുഴുവനും, മക്കയല്ല ലോകമെമ്പാടും മുസ്ലിമുകളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം കണ്ടറിഞ്ഞ് 1000 വിശുദ്ധ മതത്തിന്റെ വാഹകരായി മാറി. നന്മയും തിന്മയും അവിടെ നിന്ന് പഠിപ്പിച്ചു. സത്യം അസത്യം വേർതിരിച്ചു കാണിച്ചു. അവിടെ നിന്ന് പഠിക്കാൻ വേറെ ഒന്നുമില്ല. നിഖില മേഖലയിൽ ആ ജീവിതത്തിലൂടെ സമൂഹം മനസ്സിലാക്കി. അങ്ങനെയുള്ള ആ പൂമനിയെ തന്റെ അനുയായികൾ ഒരിക്കലും മറക്കില്ല. നബിയെ നേരിൽ കണ്ട സ്വഹാബികളും അവരെ കണ്ടവരെല്ലാവരും അവിടുത്തെ പാത പിന്തുടർന്നു പോന്നു. നബിയുടെ കാലത്തും അവർക്ക് ശേഷവും നബിയുടെ ജന്മദിനം ആഘോഷിച്ചതിന് ഒരുപാട് തെളിവുകളുണ്ട്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഒരു മിമ്പർ പണിത് കൊടുത്തു എന്നൊരു ഹദീസുണ്ട്. നബി തങ്ങളുടെ മധു പാടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പാടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഒരു മിമ്പർ തന്നെ പണിത് കൊടുത്തു. നബി ജനിച്ച ദിവസം തിങ്കളാഴ്ചയായിരുന്നു. അവിടെ നിന്ന് നോമ്പെടുത്ത് അല്ലാഹുവിനെ നന്ദി കാണിച്ചു. നമ്മുടെ ഈ കാലത്തെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ ആഘോഷത്തിന്റെ കേക്ക് മുറി തുടങ്ങിയ പാർട്ടികൾ പലതും ആണ്. ഹബീബ് ചെയ്തത് അതല്ല. ഹബീബിനെ ലോകത്തയച്ച ആ റബ്ബിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഹബീബ് എന്ത് ചെയ്തു? ഹബീബ് നോമ്പനുഷ്ഠിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ മുൻദോഷങ്ങളും പിൻദോഷങ്ങളും എല്ലാം പുറത്തതായി ഹബീബിനോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഹബീബ് നോമ്പനുഷ്ഠിച്ചു. അങ്ങനെ പല കർമ്മങ്ങളും ചെയ്തു. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയായിരുന്നു. എങ്ങനെയാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നീര് കെട്ടി നിൽക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്തിനാണ് തങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് കാണ്ട് നിസ്കരിക്കുന്നത് നബിയെ എന്ന് ചോദിച്ചു.
അപ്പോ ഹബീബിന്റെ മറുപടി എന്തായിരുന്നു നിങ്ങൾക്ക് അറിയണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാനൊരു നന്ദിയുള്ള മനുഷ്യനാവേണ്ട ആയിഷ, ഞാനൊരു നന്ദിയുള്ള, എന്റെ റബ്ബിനിക്ക് ഞാനൊരു നന്ദിയുള്ളവനാവേണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്ത് നിങ്ങളുടെ മുൻദോഷങ്ങളോ പിൻദോഷങ്ങളോ ഒക്കെ നബിയെ ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകിയിട്ടുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് കണ്ടില്ലേ? അപ്പോ നമ്മൾ ഇങ്ങനെ നിസ്കരിച്ചാ മതിയോ? നിസ്കരിക്കാൻ കഴിവുള്ളവരെ ഇരുന്ന് നിസ്കരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മടിയെയോ മാറ്റി തരുമാറാകട്ടെ. വരുത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും ഒരുപാട് കുട്ടികളുടെ പാട്ടും പ്രസംഗങ്ങളും വരാനുണ്ട്. അപ്പോ ആ മുത്തുമൂമേനിയെ 1000 സ്നേഹിക്കുവാനുള്ള ഹൃദയം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി കോഡ് ലെറ്റർ എച്ച് ഓൺ ദി സ്റ്റേജ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ക്ഷമിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, അധ്യക്ഷൻ അവറുകളെ, അസ്സലാമു അലൈക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മധുകളും കഥകളും മറ്റു പരിപാടികളും ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ 2 വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധേയതയെ സർവശക്തനെ ഞാൻ ആദ്യം സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട വേദിയിൽ എത്രത്തോളം പറഞ്ഞാലും മതിയാകാത്ത മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മധുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സൂര്യനും ചന്ദ്രനും കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന ഈ അത്ഭുതകരമായ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് പോലും കാരണം അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ മുത്തു റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുക? കാരണം എന്റെയും എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെയും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിപ്പിന് പോലും കാരണം ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ലൗലാ കലിമ ഖലഖതൽ അഖ്ലാഖ, നബിയെ അങ്ങില്ലായിരുന്നെങ്കിൽ നാം ഈ ലോകത്ത് പോലും സൃഷ്ടിക്കില്ലായിരുന്നു. സഹോദരങ്ങളെ, അവസാനം ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ചു പറഞ്ഞ ആ മുത്തു റസൂലിനെ അതിരറ്റ് സ്നേഹിക്കൽ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി വേദിയിൽ കോഡ് ലെറ്റർ ഐ ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ കുറേ ദിവസമായി ഒരു മഹാദുരന്തത്തിന്റെ വേദനയിലാണ് നാം ഓരോരുത്തരും. ഈ ദുരന്തത്തിൽ കുറെ കൂട്ടുകാരും മാതാപിതാക്കൾക്കാരും നമുക്ക് നഷ്ടപ്പെട്ടു. ഇവരുടെ പരലോകം അല്ലാഹു വിജയമാക്കി കൊടുക്കട്ടെ. ആമീൻ. മുത്താറ്റൽ നബിയുടെ മധുകൾ പറഞ്ഞു കേട്ടിരിക്കുന്ന ഈ മഹത്തായ വേദിയിൽ മുത്താറ്റൽ നബിയുടെ മധുകൾ പറഞ്ഞ് കേട്ടിരിക്കുന്ന ഈ മഹത്തായ വേദിയിൽ
നിങ്ങളോട് മുത്തുനബിയോട് നബിയുടെ പരിസ്ഥിതിയോടുള്ള സ്നേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചങ്ങാതിമാരോ, നാം എത്ര ചെടികളാണ് വെട്ടി നശിപ്പിക്കുന്നത്, എത്ര പൂക്കളാണ് വെറുതെ നുള്ളിക്കളയുന്നത്. മുത്തുനബിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആണ് നാം ചെയ്തിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഒരിക്കൽ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസന്നിധിയിലേക്ക് വന്ന ആ സ്വഹാബിയുടെ കയ്യിൽ ഒരു ഇല കശക്കിക്കൊണ്ടായിരുന്നു. ഒരു ഇല കശക്കിക്കൊണ്ടായിരുന്നു വന്നത്. അല്ല, അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. വഴിയിൽ ചാഞ്ഞു ഒരു കണ്ട ചെടിയിൽ നിന്ന് പറിച്ചെടുത്തതാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തോടെ ചോദിച്ചു, നീ ചെയ്യുന്നത് തെറ്റാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Judges, please note. Next code letter J on the stage. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ആദ്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അത് അവിടുന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചത്. ഒരിക്കൽ ഒരു അറബി നബിയുടെ അടുക്കൽ വന്ന് പറയുകയുണ്ടായി, നബിയേ, എനിക്ക് എല്ലാ തെറ്റിൽ നിന്നും ഒരേ സമയം ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അറബിയോട് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്. ആദ്യം ഈ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം. ഇത് കേട്ട അറബിക്ക് സന്തോഷമായി. കള്ളം മാത്രം പറയാതിരുന്നാൽ മതിയല്ലോ, ബാക്കി എല്ലാ തെറ്റും ചെയ്യാലോ എന്ന് കരുതി സന്തോഷിച്ചു. അദ്ദേഹം അങ്ങനെ അടുത്ത ദിവസം മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോകുകയായിരുന്നു. ഈ സമയത്താണ് നബിയുമായിട്ടുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനോട് മോഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അത് ഓർത്തപ്പോൾ അയാൾ ആ മോഷണ ശ്രമത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഇങ്ങനെ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നബിയുമായിട്ടുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വരികയും എല്ലാ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിന്ന് സ്വാലിഹായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പ്രവാചകൻ അവിടുത്തെ അനുയായികളെ ഉപദേശിച്ചിരുന്ന സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത്.
നാം എല്ലാവരും നബിയുടെ ഈ വാക്കിനെ പിന്തുടർന്ന് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.